സുന്ദർ, ആരാ? ഞാനാ ഐശ്വര്യ. ആ, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എന്തൊരു ഉറക്കോ? എന്തോന്ന് ഉറക്കം? ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. കഥ എഴുതുന്നത് പ്രൊഫസറോ അതോ നീയോ? ആ, ചിരിച്ചോ ചിരിച്ചോ, കഥ ഉടനെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അതെ, ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ആ പ്രൊഫസർക്ക് 10 പൈസയുടെ കുറവുണ്ട്. അപ്പൊ അത് പറ. പേടിച്ച സാർ ഇന്നലെ ഉറങ്ങാതിരുന്നത്. നിനക്ക് തമാശ, നേരിട്ട് അനുഭവിക്കുമ്പോഴേ ഇതൊക്കെ അറിയൂ. നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ ഇന്നലെ രാത്രി ആ പ്രൊഫസറുടെ മുറിയിൽ സംസാരം ഞാൻ കേട്ടതാ. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണമെങ്കിൽ നീ പോയി നോക്കിയായിരുന്നോ? ആ പിന്നെ, എന്റെ പട്ടി പോകും. പേടിച്ചിട്ടൊന്നുമല്ല, കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ മൊബൈലിന്റെ ടോർച്ച് തെളിച്ച് ഞാൻ പോകാൻ ഇറങ്ങിയതാ. ആദ്യ സ്റ്റെപ്പ് കാലെടുത്ത് വെച്ചില്ല, അതിനു മുമ്പേ മൊബൈൽ ഓഫായി. ഇന്നലെ ഞാൻ ഫുൾ ചാർജ് ചെയ്ത് വെച്ചതാ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. കണ്ട ചൈനീസ് ഫോണൊക്കെ വാങ്ങിച്ചാ ഇങ്ങനെ ഇരിക്കും. അല്ല, അദ്ദേഹം കഥ എഴുതി തരുന്നത് വരെ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അതുവരെ വീട്ടിൽ പോയിട്ട് വരാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. അത് കൊള്ളാം. എന്തു കൊള്ളാം? നമുക്കൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വെക്കണ്ടേ? മേക്കപ്പ് മാൻ, ആർട്ട് ഡയറക്ടർ, ക്യാമറമാൻ. സോറി, ക്യാമറമാൻ നീ ഉണ്ടല്ലോ. പേടിപ്പിക്കല്ലേ. നമ്മളതൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും രാംദാസ് സാറിന് ഒരു കഥ കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് ആർട്ടിസ്റ്റിനെ ഡിസൈഡ് ചെയ്യാം. എന്തായാലും പുതുമുഖങ്ങളെ വെച്ച് നമ്മൾ ഈ സിനിമ ചെയ്യുന്നുള്ളൂ. ഷൂട്ടിങ്ങിന് മുമ്പ് അവരെ വെച്ചൊരു റിഹേഴ്സൽ ക്യാമ്പ് നടത്തണമെന്ന എന്റെ പ്ലാൻ. അപ്പൊ പിന്നെ നീ വീട്ടിൽ പോയാ എങ്ങനെ ശരിയാവും? വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ജത്യാശാപിണ്ഡം. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വരൂ. സാറ് കീർത്തനം കേൾക്കുന്നത് കൊണ്ട് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. ശ്രീ ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദമാണിത്. മനസ്സിലായി. ഇപ്പൊ കേട്ട ശ്ലോകത്തിന്റെ അർത്ഥമറിയാവോ? വാർദ്ധക്യം ബാധിച്ച് പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങൾ കൈവിടുന്നില്ല. സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് ഹരികൃഷ്ണനാണ്. ഹരികൃഷ്ണനോ? എന്നെ ജീവിതം എന്തെന്ന് പഠിപ്പിച്ചതും അതിന്റെ ലക്ഷ്യം എന്തെന്ന് ബോധ്യപ്പെടുത്തി തന്നതും എല്ലാം ഹരികൃഷ്ണനാണ്. ശ്രീറാം ഓൾഡ് ഏജ് ഹോമിന് വേണ്ടി സമാഹരിച്ച തുക മാതാജി അന്നപൂർണേശ്വരി കളക്ടറുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. ഹരികൃഷ്ണ, എന്താ ഇത്രയും വൈകിയത്? ഒന്നും പറയണ്ട, വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. ഒരാൾ വണ്ടി തട്ടി റോഡിൽ കിടക്കുന്നു. എന്നാ ആരെങ്കിലും ഒന്ന് ആസ്പത്രിയിൽ എത്തിക്കണ്ടേ? ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നിട്ട് ഞാനാ അയാൾ ആസ്പത്രിയിലാക്കിയത്. സമയത്ത് എത്തിയതുകൊണ്ട് ആള് രക്ഷപ്പെട്ടു. അടുത്തതായി നമ്മുടെ കോളേജിന്റെ അഭിമാനമായ രാധ അവതരിപ്പിക്കുന്ന നൃത്തശില്പം. വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. ശരി. നൃത്തശില്പം വളരെ നന്നായിരുന്നു. താങ്ക് യു. എന്നാലും ഇത്ര ക്രൂരത പാടില്ലായിരുന്നു. മനോഹരമായ ഒരു കവിതയുടെ ആത്മാവ് നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതിന് ഞാനെന്താ ചെയ്തേ? എന്താ ചെയ്തെന്നോ? അഹിംസ പരമോ ധർമ്മ എന്ന് ഉച്ചത്തിൽ പാടിയല്ലോ. ആയുധങ്ങളുടെ പിൻബലത്തോടെ അധികാരം സ്ഥാപിച്ച് ഒരു ജനതയെ ഒന്നാകെ അടിമത്തത്തിലാക്കിയവർക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയുള്ള ആ മന്ത്രം തന്റെ സ്വന്തം ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കിയ മഹാത്മാവിനെ കുറിച്ചുള്ള വരികൾ നിങ്ങൾ എന്താ ഒഴിവാക്കിയത്? അതില്ലാതെ ആ കവിത പൂർണ്ണമാവുമോ? അറിവുണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ എല്ലാം അറിയാവുന്ന ഭാവം നല്ലതല്ല. അതിന്റെ കുഴപ്പ കുട്ടിക്ക് സംഭവിച്ചത്. ഇനിയെങ്കിലും ഇത്തരം ദ്രോഹമരുത്. ഹരി, നിന്നെ മാതാജി തിരക്കിയായിരുന്നു. ശരി. നമസ്തേ. നന്നായിരുന്നു മോളെ. താങ്ക് യു മാതാജി. മാതാജി, ആ പോയതാരാ? ആര്? ഹരികൃഷ്ണനോ? അവൻ എന്റെ മകൻ. മാതാജിയുടെ മകനോ? ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളുടെ എല്ലാം മകൻ.
ഇപ്പോഴവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവനാ. ഇന്ന് തന്നെ വേദി വെച്ച് തന്ന ആ പണം പോലും സമാഹരിച്ചത് ഹരിയ. അതിനുവേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, കുട്ടി എന്തിനാ അവനെപ്പറ്റി അന്വേഷിച്ചത്? ഒന്നുമില്ല മാതാജി, ഞാൻ വരട്ടെ. പോയിട്ട് വരാം. വേണ്ട ഭവാനി, ഒരിക്കലും നീ ഇങ്ങോട്ട് വരണ്ട. മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെയൊക്കെ സന്തോഷം. എന്തായാലും നിന്റെ മകൻ തെറ്റിദ്ധരിച്ചറിഞ്ഞല്ലോ. ഇനി ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. അമ്മേ പോവാം. മോനെ, നിന്നെ ഒരിക്കലും ഈ അമ്മ മറക്കില്ല. ഇനി നിന്നെ കാണാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പോഴാ. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? കാണണം തോന്നുമ്പോ തന്നെ ഈ മകൻ അമ്മയുടെ മുന്നിൽ എത്തിയിരിക്കും. വരൂ. ആ രാജേന്ദ്രൻ, ഈ അമ്മ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഭാരമല്ല. പിറന്നു വീഴുന്ന നിമിഷം മുതൽ ആ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. നമ്മൾ പുറത്തുപോയി തിരിച്ചു വരുന്നവരെ പ്രാർത്ഥനയോടെ വീട്ടിൽ കാത്തിരിക്കുന്നവരാണ് അച്ഛനമ്മമാർ. വാർദ്ധക്യം അവരുടെ രണ്ടാം ബാല്യമാണ്. അവരെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെയില്ല. തെറ്റ് മനുഷ്യ സഹജമാണ്. നിങ്ങളത് തിരുത്താൻ തയ്യാറായതിൽ വലിയ സന്തോഷമുണ്ട്. കേറമ്മേ. എന്താ ഇവിടെ? ഞാൻ കാണാൻ വന്നതാ. എന്നെയോ? എന്താ കാര്യം? ആ കവിത ഗാനമായി ചിട്ടപ്പെടുത്തിയപ്പോ സംഭവിച്ചു പോയ തെറ്റാ, അല്ലാതെ ബോധപൂർവം ചെയ്തതല്ല. ഓ, അതാണോ കാര്യം? തെറ്റ് കണ്ടാൽ ഉടൻ പ്രതികരിക്കുന്ന സ്വഭാവമാണ് എന്റേത്. ഇത് പറയാൻ വേണ്ടി ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ലായിരുന്നു. ശരി, എനിക്ക് അല്പം തിരക്കുണ്ട്.